ലഹരിക്കടിമയായ മകൻ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ അമ്മ മകനെക്കുറിച്ച് പോലീസിന് വിവരം നൽകി. തുടർന്ന് കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണം ചോദിച്ച് വീട്ടിൽ ആക്രമണം നടത്തി എല്ലാവരെയും കൊന്ന് ജയിലിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും അമ്മ. ഗതികെട്ടാണ് പോലീസിന് വിവരം അറിയിച്ചതെന്നും അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് തങ്ങളെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ മകനെ പോലീസിൽ പിടിച്ചേൽപ്പിച്ച അമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അമ്മ, എന്താ ഉണ്ടായത്? ഇത് ഇന്നലെ രാത്രി ഞങ്ങളെ കൊല്ലുമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചങ്ങാണ്ട് വിവരം പറഞ്ഞത്. പോക്സോ കേസ് പെട്ടിട്ട് അവൻ 9 മാസം ജയിലിലായിരുന്നു. അപ്പം പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. പക്ഷേ അതിനിടയിൽ കേസിനൊന്നും ഹാജരാവാതെ വാറണ്ടായി നിൽക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ഡിസംബർ 26 അവൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരരുതെന്നാണ് അവൻ്റെ ലോ ആൻഡ് ഓർഡർ. അപ്പം ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഞാനിവിടെ വന്നെന്ന് പോലീസിനോട് പറയരുതെന്നാണ്. പക്ഷേ എനിക്ക് വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടും എൻ്റെ മോനാണെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. പോലീസ് വന്ന് പലവട്ടം ചോദിച്ചിട്ടും അവൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ വന്നിരുന്നു പോയി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞ. അവനിവിടെ ഉണ്ടായിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കും, വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കും, അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദിവസങ്ങൾ പോകുന്നതനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്ന് അപ്പോൾ അവന് പൈസ കിട്ടിയിട്ടില്ലേ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക. അപ്പം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അവൻ പിന്നെ 2 ആഴ്ച മുമ്പ് അവൻ ഇങ്ങനെ വീട്ടിലൊരു പൈസ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കഴുത്തിലെ ഞരമ്പ് മുറിച്ച് വിടടൂ, എന്നിട്ട് പോലീസ് വന്നാൽ അമ്മ മുറിച്ചതാണെന്ന് പറയൂ. അപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, അവിടെ വെച്ച് നിർത്തി. പിന്നെ ഇപ്പം 2 ദിവസം മുമ്പ് അവൻ പുറത്ത് പോയി വന്നപ്പോൾ പിന്നെ അവൻ കുട്ടിക്ക്, ചെറിയ മോനുണ്ട് 3 വയസ്സുള്ള കുട്ടിക്ക് 2 മിഠായി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഞാൻ ആ മിഠായി വാങ്ങി ചെക്ക് ചെയ്തു. അപ്പോൾ അത് അവന് തീരെ പിടിച്ചില്ല. അങ്ങനെ അവൻ അന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. വീട്ടിൽ കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്ത് എറിഞ്ഞു, അടിക്കാൻ വന്നു. അപ്പോൾ കുട്ടീനെ എടുത്ത് എറിഞ്ഞളയും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച്. പക്ഷെ അപ്പോഴും ഞാൻ അത് അവൻ പറയുന്നൊന്നും അത്ര വിലക്ക് എടുത്തിരുന്നില്ല. ഏത് സമയത്താണ് ഈ മകൻ ഇത്തരത്തിൽ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഞങ്ങൾ ശരിക്കും തിരിച്ചറിയുന്ന ഒരു 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത്, 19 വയസ്സൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പക്ഷെ അവൻ പറയുന്നു ഞാൻ 13 വയസ്സ് തൊട്ടേ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനൊരു നിലപാട് കാരണം മകനെ പോലീസിൽ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഇത് നിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായില്ലേ അമ്മ ലാസ്റ്റ് അവസാനം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്? നിർത്തണം എന്ന് പറഞ്ഞാൽ ഓൻ ഒരുപാട് ഒന്നും നന്നാവും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ അവൻ ജീവനോടെ എവിടെ ഉണ്ടാവുമല്ലോ, ജയിലിലാകുമ്പോൾ ജീവനോട് അവിടെ ഉണ്ടാവുമല്ലോ, അതാണ്. പക്ഷെ ഇവൻ നിർത്തും അല്ലെങ്കിൽ ഞാൻ നന്നാവും എന്നുള്ള വലിയൊരു പ്രതീക്ഷയൊക്കെ ഒക്കെ പോയി. എന്നാൽ പക്ഷെ എനിക്കിപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഓൻ പിടിയിലായാൽ ഈ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കുക. ഇനി ഞാൻ എൻ്റെത് പോട്ടെ, നീ അച്ഛനെ ഓൻ കൊല്ലും ഉറപ്പാണ്, പക്ഷേ ഈ കുട്ടീൻ്റെ ജീവൻ രക്ഷിക്കുക, അത് മാത്രമേ ഞാൻ മുന്നിൽ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഇവൻ കാരണം ഒന്നും അറിയാത്ത ലോകത്തേക്ക് വന്ന് പറഞ്ഞിട്ടല്ലല്ലോ ആ കുട്ടീൻ്റെ ജീവൻ ഓൻ കൊല്ലുന്ന അത്രയും ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അതാണ്. തീർച്ചയായും ഈ മകൻ ലഹരി മരുന്നിന് അടിമപ്പെട്ടു, ഇത്തരത്തിൽ കുടുംബത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്തു തന്നെയായാലും മകൻ്റെ ലഹരി ഉപയോഗം നിർത്താൻ പലവിധ ശ്രമങ്ങളും നടത്തി. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ മകനെ കഴിഞ്ഞില്ലെങ്കിലും വീട്ടുകാരെ അതുപോലെ തന്നെ ജയിലിലാക്കപ്പെട്ടാൽ മകൻ ലഹരി ഉപയോഗം നിർത്തുമെന്നും അതിൽ നിന്നൊരു മോചനമുണ്ടാകുന്ന പ്രതീക്ഷയോട് തന്നെയാണ് ഈ അമ്മ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ ജിത്തുവിനൊപ്പം രമ്യാദാസ്, ന്യൂസ് മലയാളം.